ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചോറ് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കുക്കറിൽ വെറും 10 മിനിറ്റിൽ നമുക്ക് ഈ പുലാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ആദ്യം നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വെജിറ്റബിൾ ഓയിൽ തന്നെ ഒഴിക്കണം, വെളിച്ചെണ്ണ ചേർക്കരുത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം 2 കഷ്ണം പട്ടയും 2-3 ഗ്രാമ്പൂവും 2-3 ഏലക്കയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് അതൊന്ന് വാടി വന്നതിന് ശേഷം, അതൊന്ന് വാടിയാൽ മതി, കളറ് ചേഞ്ച് ആകണ്ട. അതൊന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് 2-3 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവിന് ആവശ്യാനുസരണം നമുക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാൻ 1 ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും 1 ക്യാരറ്റും 10-12 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും ഫ്രഷ് ഗ്രീൻ പീസുമാണ് ചേർക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്കത് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണോ ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതി. അത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതും കൂടെ ചേർത്ത് ഇളക്കി ഇതിലേക്ക് പഞ്ചസാര 1/2 സ്പൂൺ ചേർക്കുക. ഈ പഞ്ചസാരയാണ് നമുക്ക് ഈ വെജിറ്റബിൾ പുലാവിന് ടേസ്റ്റ് ഒന്നുകൂടെ കൂടുതൽ തരുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 ഗ്ലാസ് ബസുമതി റൈസിന് ഞാൻ 1.5 ഗ്ലാസ്സാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. അപ്പം 1 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് തേങ്ങാപ്പാലുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഇതിന് തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പുലാവിന്. അപ്പം ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഉപ്പ് പാകമാണോ നോക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1/2 മുറി നാരങ്ങ നീര് പിഴിഞ്ഞത് ഇതിലേക്ക് ചേർക്കുക. ഏകദേശം 1 ടീസ്പൂൺ വരെ നാരങ്ങ നീര് അതും കൂടെ ചേർത്ത് ഇളക്കുക. അപ്പം നമ്മുടെ അരി ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെക്കുക. മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ കേട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനകത്തെ പ്രഷർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പം നമ്മുടെ നല്ല സൂപ്പർ പുലാവ്, വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്.